പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ക്രിസ്ത്യൻ ലൈവിൻ്റെ CEO ഫൗണ്ടറായിരിക്കുന്ന പ്രിയ അജി, അതുപോലെ ക്രിസ്ത്യൻ ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനത്തിൻ്റെ തലക്കെട്ട് കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പിലുള്ള സംഭവങ്ങൾ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിൻ്റെ തലക്കെട്ട് കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പിലുള്ള സംഭവങ്ങൾ. അതിനെ ആധാരമായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനെ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. ഒന്നുകൂടെ ആ തിരുവചനം ഞാൻ വായിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനെ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. സ്വർഗാരോഹണം ചെയ്ത കർത്താവിൻ്റെ അവസാനത്തെ സന്ദേശമാണിത്. ചിന്തിക്കുക, അവൻ്റെ മടങ്ങിവരവിൻ്റെ വാഗ്ദത്തമാണ് കർത്താവിൻ്റെ അവസാന സന്ദേശം. ചോദ്യം ഇതാണ്: കർത്താവ് എപ്പോൾ വീണ്ടും വരും? തിരുവെഴുത്ത് ഏത് ദിവസം വരുമെന്നുള്ളതിനെ തെളിവ് നൽകുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവും മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്ക് ഉള്ളത് അല്ല. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തെ നമ്മളെ വായിക്കുന്നു, നിനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, നമ്മളെ നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഏത് സമയവും അത് പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മീകമായി നമ്മളെ ഒരുക്കമുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ മുമ്പ് ഒരു പ്രവചനവും കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പൂർത്തീകരിക്കേണ്ടതായിട്ട് ഇല്ല. 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവൻ മടങ്ങി വരുമ്പോൾ അനേക പ്രവചനങ്ങളെ പൂർത്തിയാകും. കർത്താവ് തൻ്റെ വരവിനെ കുറിച്ച് ആരും തെറ്റിക്കാതിരിക്കാൻ താക്കീത് ചെയ്തു. എന്നാൽ തൻ്റെ വരവിൻ്റെ മുമ്പിൽ ചില സംഭവങ്ങൾ നടക്കുമെന്ന് കർത്താവ് പറഞ്ഞു. പീഡനത്തിൻ്റെയും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണം കർത്താവിലെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുമ്പോൾ അത് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കാണുമ്പോൾ കർത്താവിൽ പ്രിയപ്പെട്ടവരെ, അത് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങളാണ്. ഇന്ന് കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പിലുള്ള 6 സംഭവങ്ങൾ ചുരുക്കമായിട്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമതായി, രാഷ്ട്രീയമായി നടക്കുന്ന സംഭവങ്ങൾ. കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പായി നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ എന്താണ്? കർത്താവ് പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയുള്ള പരിഭ്രമം ഉണ്ടാകും. നിരാശ എന്ന് പറഞ്ഞാൽ പ്രതികൂലം അല്ലെങ്കിൽ താളടിയാകുന്ന അവസ്ഥ. പരിഭ്രമം എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടാത്ത അവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഇപ്പോഴത്തെ രാഷ്ട്രീയ മേഖലകളിൽ നിരാശയോടുകൂടിയുള്ള പരിഭ്രമം നമ്മളെ കാണുന്നില്ലേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. നീണ്ട യുദ്ധങ്ങൾ നമ്മൾ കാണും, അടുത്തടുത്ത് വരുന്ന യുദ്ധങ്ങൾ, നാശം വിതയ്ക്കുന്ന യുദ്ധങ്ങൾ. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്.
മാനവരാശിയെ മുഴുവൻ നശിപ്പിക്കുന്ന യുദ്ധസാമഗ്രികൾ അനേക രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. ലോകമഹായുദ്ധത്തിന് ശേഷം എത്രയോ യുദ്ധങ്ങൾ നമ്മൾ കണ്ടു. മനുഷ്യവർഗത്തിന് സമാധാനത്തിൽ ജീവിക്കുവാൻ കഴിയുന്നില്ല. യുദ്ധപ്രകൃതിയുള്ള സ്വഭാവം കൊണ്ട് മനുഷ്യവർഗം പെരുമാറുന്നു. തിരുവചനം എന്താണ് പറയുന്നത്? കർത്താവിൻ്റെ വരവിന് മുമ്പ് അനേക സമാധാന ചർച്ചകൾ ഉണ്ടാകും. ദാവീദ് രാജാവ് ചോദിക്കുന്നു, 2-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ജാതികൾ കലഹിക്കുന്നത് എന്ത്? അതിനുള്ള മറുപടി, രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അധികാരികൾക്ക് പരിഹാരമില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, 1 തെസ്സലോനിയ 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതല്ല. അനേക സമാധാന ചർച്ചകൾ ഇനിയും ഉണ്ടാകും, എന്നാൽ സമാധാനം ഉണ്ടാകുകയില്ല. എന്നാൽ സമാധാന പ്രഭു ലോകത്തെ ഭരിക്കുവാൻ വരുന്നിടം വരെ ഒരു സംഘടനകൾക്കും ലോകത്തിൽ സമാധാനം കൈവരുത്തുവാൻ സാധിക്കുകയില്ല. യെശയ്യാപ്രവാചകൻ പറഞ്ഞു, യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിനും വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. രണ്ടാമതായി, സാമ്പത്തികമായി നടക്കുന്ന സംഭവങ്ങൾ. കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പുള്ള സാമൂഹികമായ സംഭവങ്ങൾ എന്തൊക്കെയാണ്? യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഭാഗത്ത് വലിയ ധനം, മറുഭാഗത്ത് വലിയ ദാരിദ്ര്യം. വ്യവസായികമായി വലിയ അസ്വസ്ഥതയിൽ കൂടെ ലോകം ഇന്ന് കടന്നു പോകുന്നു. ഇത് ലോകത്തിൽ ഒരു ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ ഒരു ഭരണാധികാരി, ഒരു സാമ്പത്തിക വ്യവസ്ഥ മുതലായ സംഭവങ്ങളിലേക്ക് ലോകത്തെ വലിച്ച് ഇറക്കാൻ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മൂന്നാമതായി, ശാസ്ത്ര സംബന്ധമായി നടക്കുന്ന സംഭവങ്ങൾ. തിരുവചനം പറയുന്നു, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ശാസ്ത്രത്തിൻ്റെ വളർച്ച കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ ജീവിക്കുന്നത്. മനുഷ്യന്റെ അറിവ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 200 വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ നേടിയ ജ്ഞാനത്തെക്കാൾ അധിക ജ്ഞാനം അടുത്ത 10 വർഷം കൊണ്ട് മനുഷ്യൻ നേടിയേക്കാം. ശാസ്ത്ര വിപ്ലവത്തിൻ്റെ യുഗമാണിത്. കഴിഞ്ഞ 15 വർഷം കൊണ്ട് അതിൻ്റെ പിന്നിലുള്ള വർഷത്തേക്കാളുള്ള നേട്ടം നമ്മൾ നേടിക്കഴിഞ്ഞു. എങ്ങോട്ട് നോക്കിയാലും മനുഷ്യന്റെ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നേട്ടങ്ങൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും. നാലാമതായി, സാമൂഹ്യമായി നടക്കുന്ന സംഭവങ്ങൾ. ഏറ്റവും ഭയാനകവും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, അധർമ്മം പെരുകുന്നു. അതിൻ്റെ അർത്ഥം ലോകമെമ്പാടും അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കർത്താവ് പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്, അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ. കലഹങ്ങൾ എന്ന് പറയുമ്പോൾ നിശ്ചയമില്ലാത്ത അവസ്ഥ, മത്സരം, വിപ്ലവം എന്നാണ്. ലോകമെമ്പാടും ഒന്ന് ഓടിച്ചു നോക്കൂ, ഇതല്ലേ എവിടെയും നമ്മളെ കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്കുകളിൽ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത്
നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. നോഹയുടെ കാലം അതിക്രമം, രക്തച്ചൊരിച്ചൽ, നിയമമില്ലാത്ത അവസ്ഥയുടെ കാലമായിരുന്നു. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, അതുപോലത്തെ ഒരു കാലത്തിലല്ലേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ലോകമെമ്പാടും അതിക്രമവും നിയമരഹിത വാഴ്ചതയും ദുഷ്ടതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യ സമൂഹത്തിൻ്റെ സാമൂഹ്യ മൂല്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിക്രമ ബാഹുല്യമുള്ള സമയത്താണ് നാം ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പ് നടക്കുന്ന സാമൂഹ്യമായ ദുഷ്ടതയുടെ ഒരു പട്ടിക തന്നെ 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്ണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേഷികളും ദ്രോഹികളും ധാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയപരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ മുമ്പിലുള്ള അവസ്ഥയാണിത്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണിത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിലെ മുതിർന്ന് വന്നു. 5-ാമതായി പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങൾ. മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 24-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ക്ഷാമം വേദപുസ്തകത്തിൽ 94 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന അബ്രഹാമിൻ്റെ കാലത്തുള്ള ക്ഷാമമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്ഷാമമുള്ള ഒരവസ്ഥയിൽ കൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കോടാനുകോടി ജനങ്ങൾ ക്ഷാമം അനുഭവിക്കുകയാണ്. അനേകർ കിടക്കയിൽ പട്ടിണിയോടുകൂടെ കിടക്കുന്നു. ഒരു സംശയം വേണ്ട. ഭാവിയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മുട്ടിപ്പോട് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. മഹാമാരി എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലുന്ന ഒരു വ്യാധിയാണ്. നമ്മളെ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മളത് കണ്ടു കഴിഞ്ഞു. ഒരു മഹാമാരി വന്ന് സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ അനേക മഹാമാരികൾ വന്ന് മനുഷ്യനെ കാർന്നു തിന്നുകളയും. ഭൂകമ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിൽ തന്നെ ഏകദേശം 60,000 ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച പോലും ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. 6-ാമതായി മതപരമായി നടക്കുന്ന സംഭവങ്ങൾ. ധാർമ്മികമായ അധപ്പതനം കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പേ ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. ഈ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ ചുമതലകളിൽ നിന്ന്, കടപ്പാടുകളിൽ നിന്ന്, മൂല്യങ്ങളിൽ നിന്ന് മാറുക. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിന്ന് മാറുക, ആദ്യം ലഭിച്ചതിൽ നിന്ന് മാറുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിശ്വാസത്തിൽ നിന്ന് മാറുക. തിരുവചനം എന്ത് പറഞ്ഞു? 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് കർത്താവ് തെളിവായി പറഞ്ഞു. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു,
ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ നരകത്തെക്കുറിച്ച് കൂടുതൽ ഉദ്ധരണികൾ നടത്തി. ക്രിസ്തുവിലുള്ള വിശ്വാസമില്ലാത്ത മനുഷ്യർ ദൈവമായുള്ള വേർപാടിലേക്കാണ് ചുവട് വയ്ക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 തീമോത്തി 4-ാം അധ്യായത്തിന്റെ 3-4 പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് കർത്താവിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ താൻ എഴുതി, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസവുമാറുവാൻ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ഇന്ന് എൻ്റെ വാക്കുകളെ ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഈ 6 സംഭവങ്ങൾ തലമുറയായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജീവിക്കുന്ന കാലഘട്ടം ഈ സംഭവങ്ങൾ വർദ്ധിച്ച കാലഘട്ടമാണ്. സ്നേഹിതരെ, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന പോലെ, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. ഞാൻ പറയട്ടെ, ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, കർത്താവിന്റെ വരവ് ആസന്നമായി. എന്നാൽ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: കർത്താവിനെ എതിരേൽപ്പാൻ നാം ഒരുങ്ങിയിട്ട് ഉണ്ടോ? ഇന്ന് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞങ്ങളെ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനെ അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. കർത്താവിൻ്റെ വരവിനെ ഓരോ ദിവസവും ഓർത്തുകൊണ്ട് ഞങ്ങളെ ഹല്ലേലൂയ ഞങ്ങളുടെ കാലം കഴിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, അടിയൻ ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.